കുറച്ച് ദിവസങ്ങളായി ദുരന്തബാധിത മേഖലകളിൽ ഒരു മാസ്ക് വെച്ച ഒരു ആർമി ഉദ്യോഗസ്ഥൻ ഉണ്ട്. മുൻ കരസേനാ മേധാവി ബിപിൻ റാവത്ത് ഇന്ത്യാസ് മോസ്റ്റ് ഫിയർലെസ് മാൻ എന്ന് വിശേഷിപ്പിച്ച പട്ടാളക്കാരൻ ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി 2017 മാർച്ച് 4-ന് ത്രാലിലുണ്ടായ ഒരു വലിയ സേനാ ഓപ്പറേഷനാണ് ശ്രദ്ധേയമാകുന്നത്. അന്ന് ജെയ്ഷ് ഇ മുഹമ്മദിന്റെ ഹിസ്മുൽ മുഹാജിദിന്റെയും കേന്ദ്രങ്ങളിൽ നേരിട്ട് കയറി അറ്റാക്ക് ചെയ്ത് അതിന്റെ പ്രധാന തീവ്രവാദികളെ അമർച്ച ചെയ്ത അദ്ദേഹമാണിന്ന് ഈ കാരുണ്യത്തിന്റെ സേവനത്തിനായിത്തിരിക്കുന്നത്. എന്റെ ജനിച്ച നാടിനു വേണ്ടി എനിക്ക് തിരിച്ചു ചെയ്യാൻ പറ്റുന്ന ഒരു സേവനമായി ഞാൻ കരുതുന്നു. ഇവിടെ കേരളം ഞാൻ ജനിച്ചതാണ്, ഞാൻ മലയാളിയാണ്. സോ ദാറ്റ് ഇസ് ദ ബെസ്റ്റ് വിച്ച് ഐ ക്യാൻ കീപ് ആൻഡ് ഐ വിൽ ബി കീപ് ഡൂയിങ് ദാറ്റ്. ഈ 2017 മാർച്ച് 4 ഒരു തീവ്രവാദികൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഒരു സ്ഫോടകവസ്തുക്കളുമായി കയറുമ്പോൾ സ്വന്തം ജീവൻ അത് മനസ്സിലുണ്ടായിരുന്നില്ലേ? എന്റെ രാജ്യമാണ് എനിക്ക് പ്രധാനം. അതിനുശേഷം വെടി ഏൽക്കുമ്പോൾ പിന്നീട് ഈ മറ്റുള്ളവർ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുമ്പോൾ താങ്കൾ കേൾക്കുന്ന പരിക്ക് കണ്ടിട്ട് ഡോക്ടർമാർ അന്തമിട്ടു, അപ്പോൾ താങ്കൾ ഇങ്ങനെ തംസപ്പ് ചിഹ്നം അടിച്ചു എന്ന് പറയുന്നു. അങ്ങനെയൊക്കെ ഒരു മനക്കരുത്ത് എങ്ങനെ ഉണ്ടാവും? ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നിന്ന് പാസ് ഔട്ട് ആവുന്ന ഏതൊരു ഓഫീസറിനും ഉള്ളത് മാത്രമേ എനിക്കുള്ളൂ. അവിടെ നമുക്ക് തരുന്ന ട്രെയിനിങ് അത്ര ടഫാണ്. അന്ന് ഈ പരിക്കേറ്റതിനു ശേഷം എത്ര ശസ്ത്രക്രിയകൾക്ക് വിധേയനായി? ഓൾമോസ്റ്റ് 23 സർജറീസ്. എന്റെ ഈ മാസ്ക്, സോ മെനി ഡിസബിലിറ്റീസ് അങ്ങനെ പറയാം. ഇപ്പൊ എന്നെ കണ്ടാൽ പെർഫെക്റ്റ്ലി ഫിറ്റ് അല്ലേ. സോ യു മസ്റ്റ് ബി ഏബിൾ ടു കവർ യുവർ disabilities and project your abilities. അതെന്റെ ഈ മാസ്ക് നല്ലോണം ചെയ്യുന്നു.